ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ദാഹവും ക്ഷീണമൊക്കെ അകറ്റാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയും ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ. അപ്പോൾ മാങ്ങയുടെ സീസൺ ആയാലും ഇപ്പോൾ വാങ്ങുന്ന ഞങ്ങൾ 2-3 പ്രാവശ്യം വാങ്ങിയ മാങ്ങയും നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ കിട്ടുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഇത് അല്ലെങ്കിലും നല്ല മധുരമുള്ള മാങ്ങ കൊണ്ടും തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനതിലേക്ക് കുറച്ച് കസ്കസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. അത് മുഴുവനൊന്നും വേണ്ടിയിട്ടില്ല, എന്നാലും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കത് നന്നായിട്ട് തന്നെ സോക്കായിട്ട് വന്നോളൂ. പിന്നെ ഇതിലേക്ക് ഒരുപാട് മാങ്ങയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1ൻ്റെ പകുതിയുള്ളൂ കേട്ടോ. ചെറിയ പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഒരുപാട് തിക്കായിട്ടല്ല ചെയ്യുന്നത്, കുറച്ച് ലൂസിലാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മതി, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ മാത്രം മതി. പിന്നെ അതാ ഒരു 1.5 ചെറുനാരങ്ങയുടെ നീര് ഞാൻ എടുത്തിട്ടുണ്ട്. 1 പിന്നെ ഒരു 1ൻ്റെ പകുതി, അങ്ങനെ ടോട്ടൽ 1.5 ചെറുനാരങ്ങയുടെ നീര് കുരുവൊന്നും ഇല്ലാണ്ട് അരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയുടെ വലുപ്പം കൂടി പോവേണ്ട, ചെറിയൊരു പീസ് മതി, അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. ഒരുപാടായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് പുളിയൊക്കെ ഉള്ള മാങ്ങ ആകുമ്പോൾ ഒന്നുകൂടെ നല്ലോണം പഞ്ചസാര വേണ്ടി വരും. അതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 6 ടേബിൾ സ്പൂൺ ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ട്. പിന്നെയും പുളിയാൻ തോന്നിയപ്പോൾ വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. നല്ല ഫൈനാവുന്ന വരെ അരച്ചെടുക്കുക. ഇത് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം പിന്നെയും നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ, ആ ഒരു ഗ്ലാസ്സിന് തന്നെ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുക. അത് കുറച്ച് ലൂസിലാണ്, നമ്മൾ നല്ല ദാഹത്തിനുമൊക്കെ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്കായിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ 2 ഗ്ലാസ് വെള്ളം വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ സെയിം കപ്പിന് തന്നെ 2 ഗ്ലാസ് വെള്ളം വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. മാങ്ങയിലൊക്കെ അങ്ങനെ ചെറിയ ഇതൊക്കെ ഉണ്ടാവില്ല, അതിന് നാരൊക്കെ നടുവിൽ, അതും പിന്നെ ഇഞ്ചിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്താൽ ഒന്നുകൂടെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് അരിയാം. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ നാരുകളൊക്കെ കിട്ടും കേട്ടോ. അപ്പം ദാഹത്തിന് പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ ഡ്രിങ്കാണ്. അപ്പോൾ മാങ്ങയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും വേണ്ടല്ലോ, കുറച്ച് മതി. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ, ഇഞ്ചി, വ്യത്യസ്തമായിട്ട് ലൈമൊക്കെ കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്നും ഒരേപോലെ ലൈം കുടിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരുമല്ലോ. അപ്പോൾ വ്യത്യസ്തമായിട്ടൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഐസ് ക്യൂബ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ ഐസ് ക്യൂബ്സ് ആദ്യം ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഡ്രിങ്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ കസ്കസൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. കസ്കസ് നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ കസ്കസ്. അപ്പോൾ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കാം. ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അതും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ഇത് കിട്ടും നമ്മുടെ ശരീരത്തിന്. നോമ്പൊക്കെ നോറ്റ് കുടിക്കുന്ന സമയത്തൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു തന്നെയാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ അതാ ഞാൻ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. മുകളിൽ കസ്കസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദാഹത്തിന് പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ എന്നും ഒരുപോലെ ലൈമ് കുടിച്ച് മടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്